എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സുധിക്കിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടുവാണ്. സുധിയെ അന്വേഷിച്ച സുധിയോടൊപ്പം പാർക്കിലുണ്ടായിരുന്ന സുധിയുടെ ഫ്രണ്ട് വരുവാണ്. അപ്പൊ അയാൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതും പലിശയ്ക്ക് സുധി വാങ്ങിയതാ. എന്നിട്ട് സുധി അത് കൊടുക്കാതെ മുങ്ങി നടക്കുക. അങ്ങനെ അവസാനം അയാള് സുധീനെ അന്വേഷിച്ച് ഹോട്ടലിലേക്ക് വരുവാണ്. ആ സമയത്ത് സുധി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ കൈയോടുകൂടി സുധീനെ പൊക്കുവാണ്. പിന്നീട് സുധിയോട് വെച്ച് ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സുധി ഓരോ മുട്ടായത്തി ന്യായങ്ങളൊക്കെ പറയാണ്. അത് പിന്നെ എനിക്ക് റേഞ്ച് ഇല്ലായിരുന്നു അതുകൊണ്ടാന്നൊക്കെ പറയാണ്. എപ്പോഴും റേഞ്ച് ഇല്ലേ? ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ റേഞ്ച് ഇല്ലാത്ത സ്വാഭാവികം. പക്ഷെ എപ്പോഴും അങ്ങനെ റേഞ്ച് ഇല്ലാതെ വരേണ്ട കാര്യമൊന്നും ഇല്ലോ എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ട് സുധി പറഞ്ഞു അതെന്താന്ന് അറിയത്തില്ല എന്ന് പറയാ. അതെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ അല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട. നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചാലും നിന്നെ അന്വേഷിച്ച് കണ്ടെത്താതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് പോലീസിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുവഴിയൊക്കെ ഞാൻ അന്വേഷിക്കും. നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് പണം തരാതെ മുങ്ങി നടക്കാന്ന് വിചാരിച്ചോ? എടാ, നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നിന്റെ ആധാർ കാർഡിന്റെ കോപ്പി, അത് മാത്രമല്ല നിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാന്ന് ഓർത്തെ? വെറുതെ എനിക്ക് കണ്ടോണ്ടിരിക്കാനാന്നോ? കണ്ടോണ്ടിരിക്കാനല്ലടാ മോനെ, അതെനിക്ക് തെളിവാണ്. നീ നാളെ പൈസ തരാതെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൈയോടെ പിടികൂടാനുള്ള തെളിവാന്ന് പറയണം. ഇത് കേട്ടോ സുധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്റെ അടുത്താണോടാ നീ ഊടായി പറക്കണേ? അല്ല, നീ ഭയങ്കര വലിയ എന്തോ കമ്പനി ജോലിക്ക് കയറുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഓർഡർ എടുക്കുന്ന ജോലിയാണോ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് വേറൊരു ജോലിയും കിട്ടാതെ വന്നപ്പോ, എടാ നിനക്ക് നല്ല ഒന്നാന്തരം ജോലിയൊക്കെ കിട്ടിയിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച് പോന്നല്ലേ. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ കിട്ടുള്ളൂ. ഇവിടെ എനിക്ക് പോലും കുറെ കാലമായി ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല. പിന്നെയാണോ നിനക്ക് കിട്ടുന്നേ എന്നാവും പറയാണ്. സുധി പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ കണ്ടോ ഞാൻ നല്ലൊരു കമ്പനി ജോലിക്ക് കയറുമെന്ന് പറയാം. കാണാം ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണാം. പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് ആ ഫ്രണ്ട് ചോദിച്ചു അല്ല കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കും. ഇവിടെ കഴിക്കാൻ ഉള്ള സാധനങ്ങളുടെയൊക്കെ പേര് പറയാണ്. മസാല ദോശയുണ്ട്, പൂരിയുണ്ട്, നെയ്റോസ്റ്റുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുടെ പേര് പറഞ്ഞു. എന്താണ് നിനക്ക് പറയുമ്പോൾ ഇത്ര ഊർജ്ജസ്വലത ഇല്ലാതെ? എന്തൊക്കെയുണ്ടെന്ന് നല്ല വ്യക്തമായിട്ട് അങ്ങോട്ട് പറയണം. അങ്ങനെ അവസാനം എല്ലാ കാര്യങ്ങളും പറയണം. എന്നൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഓരോ പ്ലേറ്റും കൊടുത്തോളാൻ പറയണേ. എല്ലാ കൂട്ടും എടുക്കാനോ? ദൈവമേ, ഇവനെന്താ തിന്നു മരിക്കാൻ വേണ്ടി വന്നാണോ എന്നൊരു ചിന്ത സുധിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പോയി എടുത്തോണ്ട് വരാൻ പറയാണ്. അങ്ങനെ സുധി അകത്തേക്ക് പോയി. അങ്ങനെ അകത്തേക്ക് പോയിട്ട് മസാല ദോശയും പൂരി എല്ലാം അങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വെക്കുവാണ്. ഒരു ടേബിള് ഫുള്ള് നിറഞ്ഞു. സുധി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് അവൻ അവിടെ കഴിക്കാൻ തുടങ്ങി. ദൈവമേ, ഇത്രയൊക്കെ ഫുഡ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് കരുതി സുധി നിൽക്കുക. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അയാളെ നോക്കി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് ഫുഡൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ കൈ കഴുകാൻ പോകുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതെ ഇത് കൂട്ടം എല്ലാ കൂട്ടും ഓരോ കൂട്ടം പാഴ്സൽ എടുത്തോളാൻ പറയണേ. പാഴ്സൽ എടുക്കാനോ? അതെന്തിനാ? എന്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനാ. അവൾക്കിന്ന് ഭയങ്കര സന്തോഷം, അടുക്കളയിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് ഓരോ പ്ലേറ്റും എടുത്തോളാൻ പറയണം. ഒരു നിമിഷം സുധി ഒന്ന് ഞെട്ടിപ്പോയി. ഇത് കൊള്ളാലോ. പിന്നീട് അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് അവൻ വരുവാണ്. വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പാഴ്സൽ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നീട് ആ ബില്ലും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്താ? ടിഷ്യൂ പേപ്പർ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറയണം. ടിഷ്യൂ പേപ്പർ അല്ല, ബില്ലാന്ന് പറയണം. ബില്ലോ? ആഹാ, കാണിച്ചെന്ന് പറയണം. ആ ബില്ല് അങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയത്തേക്കില്ല. കൊള്ളാലോ, 1690 രൂപ. കൊള്ളാം, നല്ല ബില്ല്. പിന്നീട് എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്തേക്ക് മുക്കി എന്നിട്ട് അത് ആ ടേബിളിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു വെക്കുവാണ്. സുധി പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ ബ്രോ നീ കാണിക്കണമെന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ? നീ ഒരു കാര്യം ചെയ്യുക, ആ ബില്ല് പതുക്കി എടുത്തിട്ട് ഇതിന്റെ ഓണർക്ക് കൊടുത്തിട്ട് എനിക്ക് ക്യാഷ് അങ്ങോട്ട് പേ ചെയ്തേരെ. എനിക്ക് പലിശ തരാൻ കുറച്ച് പൈസ ഉണ്ടല്ലോ. എന്നെ ചുറ്റിച്ചല്ലേ, ഇത്രയും നാളും എന്നെ ഇട്ട് അന്വേഷിപ്പിച്ചല്ലേ. അപ്പൊ അതിനുള്ളൊരു പ്രായച്ചിത്തം ആയിക്കോട്ടെ, അതിനുള്ളൊരു ശിക്ഷയെ നിനക്ക് തരുന്നേ എന്നും പറഞ്ഞ് നൈസായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും അതിന്റെ ഓണർ അങ്ങോട്ട് വന്നു. അല്ല, ബില്ല് കിട്ടിയില്ല എന്ന് പറയണ. അയാളുടെ ഓർഡർ വന്നപ്പോൾ പറഞ്ഞ അതെ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് സുധിയുടെ കയ്യിൽ, സുധി പണം തന്നോളൂ എന്ന് പറയാം എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം സുധി ഞെട്ടിപ്പോയി. സുധിയുടെ അടുത്ത് വന്നിട്ട് എന്താ സുധി ഇതെന്ന് ചോദിക്കാം. അത് പിന്നെ അല്ല ഇതെന്താ ബില്ല് ഇവിടെ ഒട്ടിച്ചു വെച്ചേക്കുവാണോ? അത് ഞാൻ തന്നോളാം, എന്റെ ഇത് കൂടെ സാലറിന്ന് പിടിച്ചോളാൻ പറയണേ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ ബന്ധുക്കാരെ കൊണ്ടുവന്നിട്ട് കഴിപ്പിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് ഇവിടെ നിന്നും കിട്ടാൻ കാണത്തില്ല. ഇതൊരു ശീലമാക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് പോവാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിപ്പോയി. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ ഒരു വിധത്തിൽ ആ ബില്ല് അങ്ങനെ അവിടുന്ന് പതുക്കെ പറിച്ചെടുക്കുവാണ്. രക്ഷപ്പെട്ടു. നനഞ്ഞിരുന്നോണ്ട് പിന്നെ അത് എടുക്കാണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് എടുത്ത് നേരെ കൗണ്ടറിലേക്ക് കൊണ്ടേ കൊടുക്കുവാണ്. ഇങ്ങനെ 2 പ്രാവശ്യവും വരുവാണെങ്കിൽ തനിക്കിനി മിച്ചമൊന്നും കിട്ടാൻ സാലറി കാണത്തില്ല. ദൈവമേ, എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയാൽ മതിയാവുള്ളൂ ഇവനെ എന്നൊരു ചിന്തയൊക്കെ സുധിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്.
ആ സമയം രവീന്ദ്രന്റെ അടുത്തേക്ക് ചന്ദ്രമതി വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോനെ കൊണ്ട് ഒരു പൊറുതിയില്ലല്ലോ, അവൻ എന്തൊക്കെ പരിപാടി കാണിക്കുന്നത്. നേരത്തെ ആൾക്കാരെ തല്ലുകൊണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ തല്ലുക മാത്രമല്ല കയ്യും പിടിച്ച് തിരിച്ചു ഓടിക്കാനൊക്കെ തുടങ്ങി. അക്രമവാസന കൂടുതലാന്ന് പറയാനുള്ളത് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതെ, അവന് ഒരു കാരണമില്ലാതെ ഒരിക്കലും അങ്ങനെ ആരെയും ചെയ്യത്തില്ല. അവൻ അങ്ങനെ വെറുതെ തല്ലുണ്ടാക്കാൻ പോയിട്ടില്ലെന്ന് പറയാം. അതെ, നിങ്ങൾ സപ്പോർട്ടാണല്ലോ അവന്, അതുകൊണ്ട് അവൻ ഇങ്ങനെ കാണിച്ചു കൂട്ടെന്ന് പറയാം. അല്ല, രേവതിക്ക് ഇത് കിട്ടണം. അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് കിട്ടിയത്. അവളുടെ അനിയനായതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ വെറുതെ അനാവശ്യ വർത്താനം പറയല്ലോ കേട്ടോ എന്ന് പറയണ. അനാവശ്യ വർത്താനോ? ഞാനെന്തിനാ അനാവശ്യ വർത്താനം പറയണേ? ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ എന്നൊക്കെ അങ്ങോട്ട് പറയണം. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി കേട്ടിത്. രേവതി പറഞ്ഞു, അച്ഛൻ വേണ്ടാന്ന് പറയാണ്. അച്ഛനൊന്നും പറയാൻ പോണ്ടെന്ന് പറയും. ഓ, വന്നോ തമ്പുരാട്ടി ഇങ്ങോട്ട്? അല്ല, രവേട്ടൻ ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ അനിയനെ. ഇവിടെയുള്ള പൈസ മൊത്തം കൊണ്ട് തന്നു കാണുമല്ലേ? അതെങ്ങനെയാ? രവിയേട്ടൻ ആകെപ്പാടെ എണ്ണിച്ചുട്ട് അപ്പം പോലെ ഇച്ചിരി പെൻഷൻ കിട്ടും. അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടാണെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അവിടെ ആർക്കും ഒന്നും കൊണ്ടു തന്നിട്ടില്ലമ്മേ, ഞങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചിട്ടില്ലെന്ന് പറയാം. ഓ, അതിപ്പോ നീ അങ്ങോട്ട് പറഞ്ഞാലോ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണമല്ലേ? അതിന് ഇത്തിരി നേരം പിടിക്കുമെന്ന് പറയണം. ഇതേടൊപ്പം രവീന്ദ്രൻ പറഞ്ഞു, വെറുതെ എഴുതാപ്പുറം വായിക്കരുത് ചന്ദ്ര, ഞാൻ ആർക്കും പൈസ ഒന്നും കൊണ്ടേ കൊടുത്തിട്ടില്ലെന്ന് പറയാം. ഈ സമയം രേവതി പറഞ്ഞു, വേണ്ടച്ച, ഒന്നും പറയാനും തർക്കിക്കാനും ഒന്നും പോണ്ട. തർക്കിച്ചിട്ടും കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ തർക്കിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ? അവൾക്ക് ഇച്ചിരി സമാധാനം എന്തെങ്കിലും കൊടുക്ക്. എപ്പോ നോക്കിയാലും അവളുടെ കുറ്റം പറഞ്ഞ് അവളുടെ മേക്കിട്ട് കയറാൻ നിനക്ക് സമയമുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹ്, എന്റെ ദൈവം, ഏത് സമയത്താണോ ആ കൊച്ചിനെ എനിക്കങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനും അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കണ്ടതും രവീന്ദ്രൻ അങ്ങ് ചെന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്താച്ചാ? വരാൻ പറഞ്ഞാൽ വന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സച്ചിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി ഓർത്തു, ഇവനെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോയത് എന്നൊരു രീതി ചന്ദ്രമതി ഇരിക്കുകയാണ്. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു, അല്ല, നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താച്ചാ കാര്യം എന്താന്ന് ചോദിക്കും. അല്ല, നീ എന്തിനാണ് അവന്റെ കൈയൊക്കെ പിടിച്ച് തല്ലി ഒടിച്ചെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, ഞാൻ എടാ, നിനക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തെ? ഒന്നും അല്ലേലും നിന്റെ ഭാര്യയുടെ ആങ്ങളയല്ലേ അവന്, ആ ഒരു പരിഗണന കൊടുത്തുകൂടെ? ഒരു കാരണമല്ലാതെ ആ കൊച്ചിനെ കൈ പിടിച്ച് ഓടിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ചെന്നിട്ട് എനിക്കിന്ന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ആ ലക്ഷ്മിയുടെയൊക്കെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പം പോരാത്തിന് അവന് എക്സാം പോലും എഴുതാൻ പറ്റില്ല. നീ എന്ത് ദ്രോഹമാടാ ചെയ്തേ? അതിന് മാത്രം എന്ത് കുറ്റം അവൻ നിന്നോട് ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അവൻ ചെയ്ത എന്താന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാം. എടാ മോനെ, എന്തിനാണെങ്കിലും ഒരു പരിഹാരം ഉണ്ടല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു മനുഷ്യനെ ദേഹോപദ്രവം ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് അന്യായം തന്നെയല്ലേന്ന് ചോദിക്കും. നീ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട്. എന്ത് കാരണമാണെങ്കിലും ഇതേ ഈ അച്ഛനോട് പറയുമെന്ന് പറയണം. ആ സമയത്ത് രേവതി അയാളോടെ പോകുന്നത്. അപ്പൊ മുറിക്കകത്ത് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. ആ കഥയിന്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ്. സച്ചി പറഞ്ഞു, അച്ഛാ, അവൻ ചെയ്ത പ്രവൃത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോലും അവൾ തല്ലി പോകുന്നു പറയണേ. അവൻ ചെയ്ത പ്രവൃത്തിയോ? അതെന്താ? നീ കാര്യം എന്താ പറ. നീ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന് ഞങ്ങൾ വല്ല അറിയോ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും കൂടെ തുറന്നു പറയണം. അങ്ങനെ എന്നാലും ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമാവെന്ന് പറയാം, അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തെന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നീ മാത്രല്ലേ വേദനിക്കുന്നേ, നീ അത് ഞങ്ങളോടൊക്കെ പറ, എന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴാണ് സച്ചി പെട്ടെന്ന് രേവതി അവിടെ നിൽക്കുന്നുണ്ടേ. രേവതിനെ കണ്ട് കഴിഞ്ഞപ്പത്തിന് സച്ചി പിന്നെ ഒന്നും മിണ്ടിയില്ല. രേവതി പെട്ടെന്ന് അവിടെ ഇച്ചിരി അങ്ങോട്ട് മാറുവാണ്. സച്ചിക്ക് മനസ്സിലായി, താനിപ്പോ എന്തേലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേവതി കേൾക്കും, അവളുടെ മനസ്സിന് ഭയങ്കര സങ്കടവും. അത് വേണ്ട, പാവത്തിനെ താൻ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് എഴുതിയിട്ട് സച്ചിയോട് ഒന്നുമില്ലാന്ന് പറയാം. ഓഹോ, അപ്പൊ നിനക്ക് പറയാൻ മടിയല്ലേന്ന് ചോദിക്കും. വേണ്ടച്ചാ, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം അതായിരിക്കും. വെറുതെ എന്തിനാ നിർത്തിയേക്കുക. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ വേണം ക്ഷമ ചോദിക്കാം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എന്നോട് ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല, അവിടെ പോയി അവനോട് ക്ഷമ ചോദിക്കണം. നീ അവനെ കാണാൻ പോലും പോയില്ലോ, ഒന്ന് കാണാൻ ചെല്ലേണ്ട മര്യാദയല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അച്ഛാ, അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കാന്ന് പറഞ്ഞല്ലോ, ഞാൻ ചെയ്തു പോയ തെറ്റാണെങ്കിൽ സോറി അച്ഛാ, ഇനി അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. പോരെ, ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല, ആരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഞാനിതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് വെറുതെ എല്ലാവരുടെയും വായിലേക്കൊന്ന് ചീത്ത വെക്കുന്നേ, അതിന്റെ കാര്യം എനിക്ക് എന്താ ഉള്ളേ എന്നൊക്കെ സച്ചി പറയണം. എന്നിട്ട് സച്ചി അങ്ങോട്ട് പോകും. അപ്പോഴേക്കും രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം രേവതിയോടെ നിൽക്കുന്നുണ്ട്. രേവതി അടുത്തേക്ക് രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എനിക്ക് വിഷമമൊന്നും ഇല്ല അച്ഛാ, എന്നാലും സച്ചേട്ടൻ ചെയ്ത് തെറ്റാന്ന് സച്ചേട്ടൻ അംഗീകരിക്കുന്നില്ലോ, അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേണ്ട് സങ്കടം ഉണ്ടെന്ന് പറയാം. സാരമില്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെ ഒരു കാരണമില്ല അച്ഛാ, ഇത് വാശിയുടെ പുറത്ത് ചെയ്താ, ശരിക്കും വാശിയായിട്ട് ചെയ്തേക്കുന്ന കാര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ സഹിച്ചോളാം. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് സച്ചേട്ടൻ ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേനും
തിരിച്ചു വരട്ടെ, അല്ലാതെ ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല എന്നൊക്കെ രവീന്ദ്രനോട് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോവാ. രവീന്ദ്രന് സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആർക്കാളും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സച്ചി ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അറിയത്തില്ല. പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട്. രവീന്ദ്രൻ അതാണ് രേവതിയോടും പറയണേ, കാത്തിരിക്കണം. ഒരു പക്ഷെ അവന്റെ മനസ്സിലുള്ളത് എപ്പോഴാണെങ്കിലും പുറത്തു വരും. അവന് അധിക കാലം അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എപ്പോഴാണെങ്കിലും പുറത്തു വരും. അതിന് വരെ വെയിറ്റ് ചെയ്യാന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.